പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നീറ്റ് പരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ച് ഏതാണ്ട് 10-25 ദിവസത്തോളമായി തലസ്ഥാനത്തെ ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി നടത്തുന്ന സമരത്തോട് കോൺഗ്രസ് മുഖം തിരിക്കുകയാണ് എന്നുള്ള നിലയിലുള്ള അതിശക്തമായിട്ടുള്ള ആരോപണം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. CPM പോലുള്ള പാർട്ടികളൊക്കെ തന്നെ എവിടെയാണ് കോൺഗ്രസ് എന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. പ്രതിപക്ഷത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അവരുടെ സമരപ്പന്തലിലൊക്കെ എത്തിയിരുന്നുവെങ്കിലും കോൺഗ്രസ് ഔദ്യോഗികമായി ആ സമരത്തിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതെന്താണ്? കഴിഞ്ഞ 1.5 ആഴ്ചയ്ക്ക് മുമ്പ് കണ്ടത് മമതാ ബാനർജി അവിടെ വരുന്നത് നമ്മൾ കണ്ടു. അരവിന്ദ് കെജ്രിവാൾ അവിടെ വരുന്നത് കണ്ടു. സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവ് അവിടെ വരുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ പ്രതിപക്ഷത്തെ എല്ലാ പാർട്ടികളും ഒന്നിനു പുറകെ ഒന്നായി ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ചെന്നുവെങ്കിലും ഒരു നോട്ടബിൾ ആബ്സെൻറ്റി എന്ന് പറയുന്നത് കോൺഗ്രസ് ആയിരുന്നു. നമുക്കറിയാമല്ലോ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് ആണ്. 100 MP അവർക്കുണ്ട്, 99 MP അവർക്കുണ്ട്. പക്ഷെ അവർ ആ സമരത്തെ കണ്ടെന്ന് പോലും നടിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം അതിശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് മാത്രമല്ല, ഈ സമരം നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അദ്ദേഹം വിദേശ യാത്രയിലാണ് എന്നുള്ള നിലയിലുള്ള പരിഹാസങ്ങളും വിമർശനങ്ങളും ഒരു ഭാഗത്ത് BJPയുടെ ഭാഗത്തു നിന്നും മറുഭാഗത്ത് CPMൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഇങ്ങനെ നിരന്തരം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയാണ് എന്ന് തന്നെ, അത് ശരിയായിരുന്നു താനും. കാരണം കോൺഗ്രസ് സമരപന്തലിലേക്ക് എത്തുന്നില്ല. കോൺഗ്രസ് ഈ നീറ്റ് സമരം, ഈ നീറ്റ് പരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തുന്നില്ല. അവരുടെ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ സമാന്തരമായി ചില സമരമുറകളൊക്കെ നടത്തിയെങ്കിലും ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ ഇത്ര വലിയ ഒരു കേന്ദ്രീകൃതമായി സമരം നടന്നിട്ടും ആ സമരത്തോട് കോൺഗ്രസ് മുഖം തിരിച്ചു നിൽക്കുന്നു എന്നുള്ള നിലയിലുള്ള വലിയ ആക്ഷേപം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. കേരളത്തിൽ CPM പോലൊരു പാർട്ടിയൊക്കെ അതിശക്തമായി ആ വിഷയം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ആഴത്തിൽ ഇപ്പോൾ തിരിഞ്ഞു നിന്ന് പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് ആ സമരത്തെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുക ഇതൊക്കെ ചെയ്യാതിരുന്നത് അവരുടെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ള ചർച്ച ഇപ്പോൾ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ആ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നവർ പറയുന്നത് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരവുമായി കോൺഗ്രസ് തുടക്കം മുതലേ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ആ സമരത്തെ പിന്തുണയ്ക്കുകയൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ ഇത് കോൺഗ്രസ് ഇൻസ്റ്റിഗേറ്റ് ചെയ്ത ഒരു സമരമാണെന്നും കോൺഗ്രസ്സുകാരാണ് ഇതിൻ്റെ പുറകിലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് BJP സർക്കാരിന് ആ സമരത്തെ ഇകഴ്ത്താനുള്ള അവസരം കൂടുതൽ ഉണ്ടാകുമായിരുന്നു എന്നാണ് അത്തരം ചർച്ച നടത്തുന്നവരുടെ അഭിപ്രായം. കാരണം അത് കോൺഗ്രസ് പുറകിൽ നിന്ന് നടത്തുന്ന ഒരു സമരമാണ്, കോൺഗ്രസിന് മുമ്പിൽ വരാൻ പറ്റാത്തതുകൊണ്ട് പുറകിൽ നടത്തുന്ന സമരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സമരത്തിനെതിരായിട്ട് ഉള്ള നിലപാട് BJPക്ക് എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അത്രേ കോൺഗ്രസ് പരസ്യമായി ഈ സമരത്തിന് പിന്തുണയുമായി തുടക്കം മുതൽ വരാതിരുന്നത് എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അതിനകത്ത് ശരിയുണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്കും താല്പര്യം. അപ്പോൾ കോൺഗ്രസ് ഈ സമരത്തിനോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കാതിരുന്നത് മനഃപൂർവ്വമാണെന്നും അവരുടെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണെന്നുമുള്ള വാദം ശരിയാണ് എന്നാണ് എനിക്കും നിരീക്ഷിക്കാൻ കഴിയുന്നത്. സുഹൃത്തുക്കളെ, അങ്ങനെ ആ സമരം വളർന്നു. ആ സമരം വളർന്ന് വലുതായി. സോനം വാങ്ചുക്കിൻ്റെ സത്യാഗ്രഹ സമരം 17-18 ദിവസം ഒക്കെ ആയപ്പോഴത്തേക്കും അത് 10,000-കണക്കിന് ആളുകളെ ധ്രുവീകരിപ്പിക്കുന്ന ഒരു വലിയ സമരമായിട്ട് അത് വികസിച്ചു. കോക്രോച്ച് ജനതാ പാർട്ടിയും BJP ഗവൺമെൻറ്റും നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യമുണ്ടായപ്പോൾ, അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം വലിയൊരു സമരമായി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ഈ സമരമുഖത്തേക്ക് വരാൻ തന്ത്രപരമായി തീരുമാനമെടുത്തു എന്നുള്ളതാണ് വാദം. അതും ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇനി കോൺഗ്രസ് ആ സമരമുഖത്തേക്ക് വരാൻ തന്ത്രപരമായി എടുത്ത ആ സമീപനം എങ്ങനെയായിരുന്നു? തങ്ങൾ ഈ സമരത്തെ പിന്തുണയ്ക്കാൻ പോവുകയാണ്, തങ്ങൾ ഈ സമരത്തിന് നേതൃത്വം ഏറ്റെടുക്കാൻ പോവുകയാണ്, തങ്ങൾ ഈ സമരമുഖത്തേക്ക് എത്താൻ പോവുകയാണ് എന്നൊക്കെ പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു രീതി കോൺഗ്രസ് ഈ വിഷയത്തിൽ അവലംബിച്ചില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.
കാരണം അതിനും ഒരു കാരണമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതും ഒരു തന്ത്രമായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം അങ്ങനെ പരസ്യമായി സമരത്തെ പിന്തുണയ്ക്കാനും പരസ്യമായി സമരം ചെയ്യാനും പരസ്യമായി സമരമുഖത്തേക്ക് വരാനുമൊക്കെ അവർ തീരുമാനിച്ചിരുന്നുവെങ്കിൽ അതിനെതിരായിട്ടുള്ള നീക്കങ്ങൾ നടത്താൻ മോദി സർക്കാരിനും കഴിയുമായിരുന്നു. ആ സമരത്തെ പരാജയപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടത്താൻ മോദി സർക്കാരിനും കഴിയുമായിരുന്നു, കോൺഗ്രസ് പരസ്യമായി ഈ കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ. അതുകൊണ്ട് തന്നെ ഈ സമരമുഖത്തേക്ക് കേന്ദ്രീകരിക്കുന്ന ഈ കോൺഗ്രസിൻ്റെ നീക്കങ്ങൾ അവരതീവ രഹസ്യമാക്കി വെച്ചു എന്നാണ് നമുക്ക് ഇപ്പം മനസ്സിലാക്കാൻ കഴിയും. കോൺഗ്രസ് ഈ സമരമുഖത്തേക്ക് ഇറങ്ങാൻ പോകുന്നു എന്നുള്ളത് അവരുടെ പ്രബലരായിട്ടുള്ള 4 നേതാക്കന്മാർക്ക് മാത്രമേ അറിയാമുള്ളായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റായിട്ടുള്ള മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും KC വേണുഗോപാലിനും മാത്രമേ കോൺഗ്രസ് ഈ സമരത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്നുള്ള കാര്യം നേരത്തെ കൂട്ടി അറിയാമായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നു. എന്നാൽ അത് പുറത്തേക്ക് പറയാതെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പിറന്നാൾ ആഘോഷത്തിൻ്റെ മറവിൽ കോൺഗ്രസിൻ്റെ MPമാരെയും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരെയും ഒക്കെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തുന്നു. കോൺഗ്രസിൻ്റെ MPമാരെല്ലാം അവിടെ ഉണ്ട്, കാരണം ലോക്സഭ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കോൺഗ്രസിൻ്റെ കർണാടക മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രിയൊക്കെ തന്നെ ഈ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പിറന്നാൾ ആഘോഷത്തിനുള്ള മറവിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. അങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് അവിടുന്ന് പൊടുന്നനെ ഈ കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷ MPമാരും ഈ നേതാക്കന്മാരും ഒക്കെ പ്രധാനമന്ത്രിയുടെ വീട്ടുപടിക്കലേക്ക് മാർച്ച് ചെയ്യുന്നു. പൊടുന്നനെ മാർച്ച് ചെയ്യുന്നു, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ മാർച്ച് ചെയ്യുന്നു. അങ്ങനെ മാർച്ച് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഈ സെക്യൂരിറ്റി ഏജൻസീസ് വർ കോട്ട് ഓൺ ദ റോങ് ഫുട്ട് എന്നുള്ളൊരു നില വന്നു. നമുക്കറിയാമല്ലോ, പ്രധാനമന്ത്രിയുടെ വീടിന് മുൻവശം എന്ന് പറഞ്ഞാൽ വലിയ ഈ പറഞ്ഞ പോലെ സെക്യൂരിറ്റി കോർഡൻഡ് ആയിട്ടുള്ള സുരക്ഷാ വിഭാഗം അടച്ച് നിർത്തുന്ന ഒരു പ്രദേശമാണ് പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ, പ്രത്യേകിച്ച് മോദിയുടെ വീടിൻ്റെ മുൻവശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. എന്നാൽ അങ്ങോട്ടേക്ക് ഈ കോൺഗ്രസിൻ്റെ MPമാരും കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കളായിട്ടുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെ എല്ലാം പൊടുന്നനെ മാർച്ച് ചെയ്തതോടുകൂടി ഈ സെക്യൂരിറ്റി ഏജൻസികൾക്ക് നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അവരവിടെ ചെന്ന് വലിയൊരു സമര മുഖം അവിടെ സൃഷ്ടിച്ചു. വലിയൊരു സമരമുഖം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തെ അടിച്ചമർത്തിയതിനെതിരെ വലിയൊരു സമരം പൊടുന്നനെ സൃഷ്ടിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. അവിടെ ഈ പറഞ്ഞ പോലെ പെർപ്ലക്സ്ഡായി പോയി ഈ ഗവൺമെൻറ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ദേവർ കോട്ട് ഓൺ ദ റോങ് ഫുട്ട്. അവർക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സാഹചര്യമായിപ്പോയി. അവിടെ ചെന്ന് അതിശക്തമായിട്ടുള്ള സമര പോർമുഖം, സമര പോരാട്ടം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ നടത്തി. പ്രിയങ്ക ഗാന്ധിയൊക്കെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ വലിയ ആവേശം നമുക്ക് തോന്നും. അവിടുന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വലിച്ച് ഇഴച്ച് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. കർണാടക മുഖ്യമന്ത്രിയെ വലിച്ചിഴച്ച് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. വലിയ പ്രതിരോധത്തിലായിപ്പോയി BJP ഗവൺമെൻറ്റും മോദിയും. അതിലൂടെ എന്ത് സംഭവിച്ചു? ഈ സമരത്തിൻ്റെ കേന്ദ്രസ്ഥാനത്തേക്ക് കോൺഗ്രസ് വന്നു. ഇരുട്ടി വെളുത്തപ്പോൾ കോൺഗ്രസ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന സംഘടനയായി മാറി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാൽ മാത്രമേ തങ്ങൾ സമരം അവസാനിപ്പിക്കൂ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. മോദി ഈ രാജ്യത്തെ ചെറുപ്പക്കാരോട് മാപ്പ് പറയണം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. വലിയ പത്രസമ്മേളനമൊക്കെ നടത്തി. ഈ വിഷയത്തിൽ സമര പോരാട്ട രംഗത്തേക്ക്, അതിൻ്റെ പോർമുഖത്തേക്ക് കോൺഗ്രസ് പൊടുന്നനെ എത്തി. അങ്ങനെ കുറെ മണിക്കൂറുകൾ കൊണ്ട് ഇന്ത്യയെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരുന്ന ഈ ചെറുപ്പക്കാരുടെ സമരത്തിൻ്റെ നേതൃത്വത്തിലേക്ക് കോൺഗ്രസിന് വരാൻ കഴിഞ്ഞത് ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച കോൺഗ്രസിൻ്റെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളിലൂടെ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയണം. ആ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ മോദി സർക്കാരിനെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് കോൺഗ്രസിന് ഈ സമരത്തിന് നേതൃത്വം ഏറ്റെടുക്കാൻ കഴിഞ്ഞത്. രാഹുൽ ഗാന്ധിക്ക് സമരത്തിന് നേതൃത്വം ഏറ്റെടുക്കാൻ. അങ്ങനെ രാഹുൽ ഗാന്ധി വീണ്ടും മോദി സർക്കാരിനെതിരായിട്ടുള്ള സമരത്തിൻ്റെ നേതാവായി മാറിയിരിക്കുന്നു. അങ്ങനെ മാറിയത് ആരുടെ തലയിൽ ഉദിച്ചതാണെങ്കിലും കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഈ തന്ത്രപരമായിട്ടുള്ള നീക്കത്തിലൂടെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്.